കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് 24,500-നടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്ത് ഫർദർ അപ്സൈഡിലേക്ക് നീങ്ങും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 25,000, 25,250 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാം. 24,500 സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,420-നടുത്ത് 10-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തും മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ ദിവസം ബൈയിങ്ങിലായിരുന്നു. 931 കോടി രൂപയുടെ ബൈയിങ്ങാണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. US ചൈന വ്യാപാര ഡീലിൽ ഒപ്പുവെച്ചതിന് ശേഷവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ തുടരുകയാണെങ്കിൽ അത് മാർക്കറ്റിനൊരു നേട്ടവുമാകും. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 316 കോടിയുടെ ബൈയിങ് നടത്തിയിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡേറ്റ കൂടി പുറത്തു വരികയാണ്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അബൌട്ട് ഇന്ത്യ, അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ്, ബൽറാംപൂർ ചീനി മിൽസ്, ബികാജി ഫുഡ് ഇന്റർനാഷണൽ, BLS ഇന്റർനാഷണൽ, കാപ്ലിൻ പോയിന്റ് ലബോറട്ടറി സർവീസ്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, ഡാറ്റാമാറ്റിക്സ് ഗ്ലോബൽ സർവീസ്, എൻഡുറൻസ് ടെക്നോളജി, JSW എനർജി, അയണോക്സ് ഇന്ത്യ, GR ഇൻഫ്രാ പ്രോജക്ട്സ്, കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ, LT ഫുഡ്സ്, NOCAL, പേജ് ഇൻഡസ്ട്രീസ്, പതഞ്ജലി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ഐഷർ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. 5,160 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 5,241 കോടി രൂപയുടെ റവന്യൂ നേടുകയും റവന്യൂ 23% ഉയരുകയും ചെയ്തു. ഐഷർ മോട്ടോറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ച് 1,070 കോടിയിൽ നിന്നും 1,362 കോടിയിലേക്ക് എത്തി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 70 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. EBITDA 11% വർദ്ധിച്ച് 1,128 കോടിയിൽ നിന്നും 1,257 കോടിയിലേക്ക് എത്തി. ടാറ്റ പവറിൻ്റെ റവന്യൂ 8% വർദ്ധിച്ച് 15,846 കോടിയിൽ നിന്നും 17,996 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 16.5% വർദ്ധിച്ച് 1,043 കോടിയായി മാറി. 1,026 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർജിൻ 14.7% നിന്നും 19% ഉയരുകയും EBITDA 39% ഇംപ്രൂവ് ആവുകയും 2 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞ് 247 കോടിയിൽ നിന്നും 206 കോടി 19% ഉയർന്ന് 206 കോടിയിൽ നിന്നും 247 കോടിയിലേക്ക് എത്തി. എന്നാൽ റവന്യൂ 14% ഇടിഞ്ഞ് 1,702 കോടിയിൽ നിന്നും 1,460 കോടിയിലേക്ക് എത്തി. EBITDA 3.8% ഇടിയുകയാണ് ചെയ്തത്. ടോറൻറ്റ് പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 146% വർദ്ധിച്ച് 430 കോടിയിൽ നിന്നും 1,060 കോടിയിലേക്ക് എത്തി. EBITDA 2% ഉയർന്നപ്പോൾ മാർജിൻ 17% നിന്നും 17.5% ഉയർന്നു. എന്നാൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 1% ഇടിഞ്ഞു. 6,540 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 6,480 കോടിയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 42% വർദ്ധിച്ച് 1,086 കോടിയിൽ നിന്നും 1,508 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 36% വർദ്ധിച്ച് 2,135 കോടിയിൽ നിന്നും 2,094 കോടിയിലേക്ക് എത്തുകയും ഗ്രോസ് NPA 4.22% നിന്നും 3.41 എത്തുകയും ടോട്ടൽ ഇൻകം 43% വർദ്ധിക്കുകയും ചെയ്തു. അപ്പോളോ ടയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 2% വർദ്ധിച്ച് 6,288 നിന്നും 6,424 കോടിയിലേക്ക് എത്തി. എന്നാൽ പ്രോഫിറ്റ് 48% ഇടിഞ്ഞിട്ടുണ്ട്. EBITDA 18% ഇടിഞ്ഞു. മറ്റൊരു സ്റ്റോക്ക് ജുബിലൻറ്റ് ഫുഡ് വർക്കാണ്. ജുബിലൻറ്റ് ഫുഡ് വർക്കിൻ്റെ റവന്യൂ 33% വർദ്ധിച്ച് 1,574 നിന്നും 2,103 കോടിയിലേക്ക് എത്തി. EBITDA 24% ഉയർന്നു. മാർജിൻ 19% നിന്നും 18% ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 76% ഇടിഞ്ഞ് 207 കോടിയിൽ നിന്നും 48 കോടിയിലേക്ക് എത്തി. ചില എക്സെപ്ഷണൽ ലോസിൻ്റെ പശ്ചാത്തലത്തിലാണ് ജുബിലൻറ്റ് ഫുഡ് വർക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. ലുപ്പിനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 14% വർദ്ധിച്ച് 4,961 നിന്നും 5,667 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 114% വർദ്ധിച്ച് 359 നിന്നും 772 കോടിയിലേക്ക് എത്തുകയും EBITDA 32% വർദ്ധിച്ച് 997 കോടിയിൽ നിന്നും 1,321 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം.
വിപ്രോ എന്ന കമ്പനി യു കെ കമ്പനിയുമായി ചേർന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി ചെന്നൈയിലെ 5.41 ഏക്കർ വരുന്ന ലാൻഡ് അക്വിസിഷൻ ചെയ്തു. ഏകദേശം 1600 കോടി രൂപയുടെ ഗ്രോസ് ഡെവലപ്മെൻറ്റുള്ള ലാൻഡ് അക്വിസിഷനാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. ഇൻഫോസിസിൻ്റെ ജപ്പാനിലെ പാർട്ട്ണർ കമ്പനിയിലെ ജോയിൻറ്റ് വെഞ്ചർ സ്റ്റേക്ക് സെയിൽ നടത്താൻ പോവുകയാണ്. HUL എന്ന കമ്പനിയിൽ നിന്നും ക്വാളിറ്റി വാൾസിനെ ഡീമർജർ ചെയ്യുന്നതിന് വേണ്ടി HUL BSEയിലും NSEയിലും ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഇറാഡ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇറാഡ 510 കോടി രൂപയുടെ ലോൺ ജെൻസോൾ എഞ്ചിനീയറിങ്ങിന് നൽകിയിരുന്നു. ഈ ലോണിനെ അല്ലെങ്കിൽ ഇതിന് ശേഷം ഇറാഡ ഒരു ബാങ്ക്റപ്റ്റൻസി ജെൻസോളിനെതിരായിട്ട് ഫയൽ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാഡ എന്ന മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. വെണ്ടറ്റ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുകയാണ്. 37.5% സ്റ്റേക്കുകളാണ് ഓപ്പൺ മാർക്കറ്റ് വഴി സെൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ $3 ബില്യൺ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോങ് ടൈം ഫണ്ട് റേസിംഗ് ആണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനി ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവോടുകൂടി വിവിധ ഷിപ്പ് റിപ്പയറിന് വേണ്ടി വിവിധ കമ്പനികളുമായി പാർട്ട്ണർഷിപ്പിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹ്യുണ്ടായി ഗ്രൂപ്പുമായി ചേർന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്